ഹലോ ഗേസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗേസ്, നമ്മൾ ഇന്നൊരു സ്മാർട്ട് വാച്ച് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. X7+ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇത് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആട്ടോ. അപ്പോൾ ഗേസ്, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഗേസ്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് സീരീസ് 7ൻ്റെ ക്ലോൺ മോഡലാട്ടോ. അപ്പോൾ ഗേസ്, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ അതിന് തന്നെ ഇവിടെ ഒരു ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ളൊരു ചാർജിങ് കേബിളാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് കാണാം. അപ്പോൾ ഗേസ്, നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് എടുത്ത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സ്ട്രാപ്പാണ് ഇതിനൊപ്പം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത് നമ്മുടെ വാച്ച് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഗേസ്, ഇതിൻ്റെ ചാർജർ അതിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ ഗേസ്, നമുക്കിത് വാച്ച് എടുത്ത് നോക്കാം. അപ്പോൾ ഗേസ്, ഇതാണ് നമ്മുടെ വാച്ച്. അപ്പോൾ ഗേസ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു വാച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ച് കളയാം. അപ്പോൾ ഗേസ്, ഇതാണ് നമ്മുടെ വാച്ച്. അപ്പോൾ ഗേസ്, നല്ലൊരു വാച്ച് തന്നെയാണ്. ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ളൊരു വാച്ചാണ്. അപ്പോൾ ഇത് ഫിറ്റ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന ഒരു വാച്ചാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഫിറ്റ് പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫിറ്റ് പ്രോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാടധികം വാച്ച് ഫേസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വാച്ച് ഫേസാണ്. ഇതിൽ ക്രൗണ് ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേറെ ഒരു ബട്ടൺ മാത്രമാണ്. അപ്പോൾ ഈ മെനു സ്റ്റൈലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെനു സ്റ്റൈലാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വലിയ ക്വാളിറ്റി ഇല്ല ഡിസ്പ്ലേക്കൊന്നും. എന്നാലും നല്ല രസത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇതാണ് സ്മാർട്ട് വാച്ച്. അപ്പോൾ ഈ ഇതിൽ തിരിച്ച് ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചാർജ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് വരാം. അപ്പോൾ ഈ നമ്മുടെ സ്മാർട്ട് വാച്ചിൽ ഇപ്പോൾ ചാർജൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജ് നിറച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാറും താഴെ മുകളിലോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഡയൽ പാഡും പിന്നെ ഫോൺ ബുക്കും പിന്നെ അടുത്തായിട്ട് മെനു സ്റ്റൈൽ മാറാനുള്ള ഒരു ഇതും പിന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ളത് പിന്നെ പെഡോമീറ്റർ പിന്നെ നമ്മുടെ ഈ ഒരു QR കോഡ് ആപ്പിൻ്റെ. അപ്പോൾ QR കോഡ് ഇതേപോലെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. അത് ഫിറ്റ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ QR കോഡിൽ മാത്രമേ ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ മെനു സ്റ്റൈലിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ മെനു സ്റ്റൈൽ. അപ്പോൾ ഇത് അടുത്ത മെനു സ്റ്റൈലാണ്. അപ്പോൾ ഈ നല്ലൊരു മെനു സ്റ്റൈലാണ്. നമുക്ക് അടുത്തൊരു മെനു സ്റ്റൈൽ നോക്കാം. കേസ് ഇതേപോലെ ക്രൗൺ ബട്ടൺ രണ്ടോട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെനു സ്റ്റൈലിലൂടെ മാറുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ വാച്ചിൽ ക്രൗൺ ഇല്ല, നോർമൽ ബട്ടനാണ്. ആ നോർമൽ ബട്ടൺ തന്നെ 2 വട്ടം നക്കി കഴിഞ്ഞാൽ മെനു സ്റ്റൈൽ മാറും. ഇത് ക്യാമറയാണ്, നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ കേസ് ഇതെന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് സെൻസറാണ്. ഇപ്പോൾ കേസ് വലിയ രീതിക്കുള്ള സെൻസേഴ്സൊന്നും ഇതിലില്ല. SpO2 സെൻസറൊന്നും ഇല്ല. അപ്പോൾ ഹാർട്ട് റേറ്റ് സെൻസറാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. അപ്പോൾ കേസ് ഇത് അത്യാവശ്യം നല്ല സ്പോർട്സ് മോഡ്സൊക്കെ വരുന്ന ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ കേസ് ഇതുപോലെ നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻസും വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസും ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസും കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് സെറ്റിങ്സ് ആണ്. ഇതിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ തന്നെ ടൈമും ഡേറ്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബാക്കിയെല്ലാം നോർമൽ വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു വാച്ചിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഫൈൻഡ് മൈ ഡിവൈസാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇതിൽ നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, സ്റ്റോപ്പ് വാച്ചൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കണ്ടോ സ്റ്റോപ്പ് വാച്ചൊക്കെ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫിറ്റ് പ്രോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കണക്ട് ചെയ്യാനായിട്ട് ബ്ലൂടൂത്തും ലൊക്കേഷനൊക്കെ ഓണാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഈ ഒരു വാച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വാച്ചുമായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു വാച്ചിൽ ഇത്രയും വാച്ച് ഫേസ് മാത്രമല്ല, ഈ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് ഒരുപാടധികം വാച്ച് ഫേസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ കാർട്ടൂൺ ടൈപ്പുള്ള ഒരുപാടധികം വാച്ച് ഫേസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇത് കൊടുത്തു കഴിയുമ്പം ഇവിടെ വാച്ചിലേക്ക് ആ ഒരു വാച്ച് ഫേസ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വാച്ച് ഫേസ് ഇപ്പോൾ ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ആക്കിയ ഒരു വാച്ച് ഫേസ്. നല്ല രീതിക്ക് നല്ല കളർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഇട്ട് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ്. നമുക്ക് ഇതിനൊന്ന് സ്ട്രാപ്പ് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതിന് സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കൈക്ക് ഒന്ന് കെട്ടി നോക്കാം. അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൈക്കൊന്ന് കെട്ടി നോക്കാം. അപ്പോൾ കൈക്ക് കെട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫിറ്റിങ് തന്നെയാണ് ഈ ഒരു വാച്ച്. അപ്പോൾ നല്ല രസമുണ്ട് കൈ കെട്ടിയിട്ട് കാണാൻ.
അപ്പോൾ യെസ് നമുക്കിനി ഇതിലേക്ക് വേക്കപ്പ് ഗസ്റ്റർ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ യെസ് ഇതാണ് വേക്കപ്പ് ഗസ്റ്റർ. അപ്പോൾ യെസ് ഇത് നമുക്ക് ഓണാക്കി നോക്കാം. കൈ തിരുക്കുമ്പം സ്ക്രീൻ ഓണാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു വേക്കപ്പ് ഗസ്റ്റർ. അപ്പോൾ യെസ് ഓണാക്കിയിട്ടുണ്ട്. യെസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കൈ തിരിക്കുമ്പോൾ വാച്ച് ഓണായിട്ടുണ്ട്. അത്ര വലിയ സ്പീഡായിട്ടൊന്നും ഇതിൽ കിട്ടില്ല വേക്കപ്പ് ഗസ്റ്റർ. ചെറിയൊരു സ്പീഡായിട്ടുള്ള വേക്കപ്പ് ഗസ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ യെസ് നല്ലൊരു വാച്ചാണ്. അപ്പോൾ ഗേസ് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഗേസ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഗേസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോ വീഡിയോ വീണ്ടും കൂടെ ബൈ.